Good morning, dears. All of you mark your attendance. Okay. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വർക്ക്, അതായത് എട്ടാമത്തത് പൂരിപ്പിക്കുക എന്നൊരു വർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ് കട്ടായത് അല്ലേ? പേജ് നമ്പർ 66. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സന്തോഷം എന്നർത്ഥം വരുന്ന വ്യത്യസ്ത പദങ്ങൾ കൊണ്ട് ഓക്കെ ഒന്നുകൂടി പറയാതെ ഞാൻ പൂരിപ്പിക്കുക. ഇന്നലെ ഞാൻ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. നമ്മൾ ഫസ്റ്റ് എന്താണ് പൂരിപ്പിക്കാൻ പറഞ്ഞത്? ആനന്ദത്തോടെ. ആദ്യം നമ്മൾ ആനന്ദത്തോടെ അവർ എന്നെ സ്വീകരിച്ചു അവിടെ എഴുതി. നെക്സ്റ്റ് അപ്പോൾ ആമോദത്തോടെ എന്റെ ഹൃദയം തുടിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഓക്കെ നിങ്ങൾ ആഹ്ലാദത്തോടെ വർത്തമാനം പറഞ്ഞിരുന്നു. അത്രയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? നാനാർത്ഥം നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സന്തോഷം എന്ന പദത്തിന്റെ ഏതൊക്കെയാ? ഏതൊക്കെയാ? അപ്പൊ നിങ്ങൾക്ക് ആദത്തോടെ എഴുതണ്ട, എന്താ എഴുതേണ്ടത് അറിയോ? സന്തോഷം. അപ്പൊ നാനാർത്ഥം എഴുതുക എന്ന് എഴുതിയിട്ട് നോട്ട്ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മീനിങ് എഴുതിയിട്ട് താഴെ എഴുതുക. എന്ത് നാനാർത്ഥമല്ല, സോറി, സമാനാർത്ഥം. സമാനാർത്ഥാണ് ഒരേ അർത്ഥം വരുന്നത് കേട്ടോ. സമാനാർത്ഥങ്ങൾ എഴുതുക എന്ന് എഴുതിയിട്ട് നോട്ട്ബുക്കിൽ നമ്മളെ മീനിങ് എഴുതിയില്ലേ, അതിന്റെ താഴെ എഴുതണം എന്ത്? സന്തോഷം. സന്തോഷത്തിന്റെ സമാനാർത്ഥങ്ങൾ ഏതൊക്കെയാ? ആഹ്ലാദം, ആമോദം, ആനന്ദം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. കുറിപ്പ് തയ്യാറാക്കുക എന്നിട്ട് എഴുതിയാൽ മതി, കുഴപ്പമില്ല. സമാനാർത്ഥങ്ങൾ എഴുതുക എന്ന് എഴുതണം. എന്നിട്ട് താഴെ സന്തോഷം, ആമോദം, ആനന്ദം, ആഹ്ലാദം. ഓക്കെ, ആ മൂന്നെണ്ണം ഒരേ അർത്ഥം വരുന്ന മീനിങ് ആണ്. സന്തോഷം എന്ന പദത്തിന്റെ അതേ അർത്ഥം വരുന്ന മീനിങ് ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ചിത്രം ശേഖരിച്ചോ മക്കളെ? എനക്ക് കിട്ടിയില്ല. നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാൻ ഒട്ടിച്ചു വെക്കണേ. അയ്യോ, കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയേ, എവിടെയെങ്കിലും കിട്ടും അല്ലേ? അപ്പോ അടുത്ത വർക്ക് എന്തായിരുന്നു? കുറിപ്പ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. കുറിപ്പ് തയ്യാറാക്കാം. കുറിപ്പ് തയ്യാറാക്കിയോ? നിങ്ങളെ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടോ? ഓക്കെ, വായിപ്പിക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ട അധ്യാപകനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? അൻഷിയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻഷി എന്നാ വായിച്ചോ. അൻഷി. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അധ്യാപകർ ഉണ്ട്, മേഴ്സി മിസ്സും സുമാ മിസ്സും. കാരണം അവർ മനസ്സിലാകുന്ന പോലെ പഠിപ്പിക്കും. മാത്രവുമല്ല മലയാളവും ഇംഗ്ലീഷും എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയവുമാണ്. ഓക്കെ, വെരി ഗുഡ് അൻഷി. മിസ്സിനും ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അൻഷിക്ക് പ്രിയപ്പെട്ട 2 ടീച്ചേഴ്സ് ആണ് സുമാ മിസ്സും മേഴ്സി മിസ്സും. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരാ എഴുതിയത്? ഓക്കെ, താങ്ക് യു അൻഷി, നല്ല സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അടുത്ത ആരാ എഴുതിയേ? അടുത്തത് ആരാണ്? അനിയോട്ട് അനിഹ മോഹൻ. അനിഹ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഇനി വായിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് അധ്യാപകനും ആയിക്കോട്ടെ, നിങ്ങൾ വായിച്ചോ. ഓക്കെ, താല്പര്യമുണ്ട് വായിക്കാൻ ആർക്കെങ്കിലും? ഇനി യെസ്, അമന്നൊക്കെ ഉണ്ട്. അമന്ന വായിച്ചോ. അമന്ന. നിമിഷസിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തെന്നാൽ എനിക്ക് സയൻസ് വിഷയം ഇഷ്ടമാണ്. കൂടാതെ ടീച്ചർ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അമന്ന വായിച്ചു അല്ലേ? നെക്സ്റ്റ് ഇനി ആരാ?
അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. നിങ്ങൾ ഒരാ ടീച്ചറെ ഇഷ്ടപ്പെടുന്നു, അത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഇനി ആർക്കെങ്കിലും വായിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആരാണ്? ജുവൽ വായിച്ചു. എന്റെ ഇഷ്ടപ്പെട്ട ടീച്ചർ സ്വപ്ന മിസ് ആണ്. കാരണം കേൾക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളത് സ്വപ്ന മിസ് ആണ്. കാരണം മിസ് എല്ലാം പഠിപ്പിച്ചു തരാറുണ്ട്, മനസ്സിലാക്കി തരാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് പാഠത്തിലേക്ക് പോവാം അല്ലേ? ഓ, അപ്പോ എല്ലാവരും എഴുതി വെക്കണം കേട്ടോ. മക്കളെല്ലാവരും എഴുതി വെക്കണേ. ഓക്കെ, ഇനി അടുത്ത പാഠം നമുക്ക് ലെസൺ എന്താണ് നോക്കി? പാഠം 15. എന്താണ് പേര്? എലിയും പൂച്ചയും. എലിയും പൂച്ചയും അല്ലെ? 15ാമത്തെ ലെസണാണ് എലിയും പൂച്ചയും. എലിയും പൂച്ചയും തമ്മിൽ എന്താ മക്കളെ ബന്ധം? എങ്ങനെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്? എലിയും പൂച്ചയും എങ്ങനെയാ? അവര് വളരെ ഭയങ്കര ശത്രുക്കളാണ്. ഓക്കെ, അപ്പൊ അവരുടേതാണ് നമുക്ക് ഇത് കഥ ഒരു പോയം പഠിക്കാനുള്ളത്. എലിയും പൂച്ചയും അല്ലെ? എലിയും പൂച്ചയും എങ്ങനെയാ? ആജന്മ ശത്രുക്കളാണ് അല്ലേ? പിന്നെയോ ഇതൊക്കെ എനിക്കറിയാം. നമ്മുടെ ഏതോ ഒരു നിങ്ങളാണോ പഠിച്ചത്? നമ്മൾ എലിയും പൂച്ചയുടെ ഒരു ചിണ്ടൻ എലി, അതിലേക്ക് 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മള്? ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അതെ അല്ലേ? അപ്പൊ ഈ ശത്രുത വെച്ച് ഒരുപാട് കവികൾ ഓക്കെ ഉണ്ടോ റാസി? അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകള് രചിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എലിയും എന്റെ വീട്ടിലത്തെ പൂച്ച എപ്പോഴും എലീനെ പിടിക്കുന്നത് കാണാം. അതെ അല്ലേ? ഓക്കെ, അപ്പൊ എലിയും പൂച്ചയും തമ്മിലുള്ള ശത്രുത പ്രമേയമായ പൂച്ചക്കാര് മണികെട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പൂച്ചക്കാര് മണികെട്ടും. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചിട്ടുണ്ട്. അപ്പോ പാഠം 15 എലിയും പൂച്ചയും അല്ലേ? നമുക്ക് വായിച്ചു നോക്കാം അല്ലെ? കുഞ്ചൻ നമ്പ്യാരുടേതാണിത്. കുഞ്ചൻ നമ്പ്യാരെ അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? ഏത്? ഞാൻ ബാലരമയുടെ പേര് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു കവിയാണ്. ആര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാര്. കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ എലിയും പൂച്ചയും എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു മാചാരൻ വനഭൂമി എന്റെ വീടിനെപ്പോഴും കുഞ്ചൻ നമ്പ്യാരുടെ ഫ്രണ്ട് ഉണ്ടോ? റാസിയുടെ അടുത്താണോ? ഓക്കെ, അതെ അല്ലേ? അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടേതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പോയം. ഓക്കെ, അപ്പൊ എലിയും പൂച്ചയും എന്നാണ് ഇതിന്റെ പേര് അല്ലേ? ഒരു മാർജാരൻ വനഭൂമി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേലാം. പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവൂതും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു കൂട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ
അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര. വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. അല്ലെ, കുഞ്ചൻ നമ്പ്യാരുടെ കാണിക്കുള്ളത് അല്ലെ, അതുപോലെയാണ് അത് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ എന്താ ഇവിടെ പറഞ്ഞത്? എലിയും പൂച്ചയും തമ്മിലുള്ള കലഹാണ് അല്ലെ. നമുക്ക് നോക്കാം. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവോതും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു കൂട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീരാം. വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. എന്താ പറയുന്നത്? വായിക്കാൻ കിട്ടുന്നുണ്ടോ? അപ്പോ ഒരു മാർജാരൻ വനഭൂമി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കുന്നേരം. മാർജാരൻ ആരാ? മാർജാരൻ, മാർജാരൻ പൂച്ച അല്ലേ? ഒരു മാർജാരൻ, ഒരു പൂച്ച വനഭൂമി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം. ഇപ്പൊ വനഭൂവിൽ എന്താ? വനഭൂവിൽ കാട്ടുപ്രദേശം, വനപ്രദേശം അല്ലെ. വനഭൂവിൽ രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം. രാത്രിയില് ഇര എന്ത്? ഭക്ഷണം തേടി നടക്കുന്നേരം എന്ത് സംഭവിച്ചു? തരസ പെട്ടെന്ന്, തരസ പെട്ടെന്ന് എന്തുണ്ടായി? തരസ എന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. കരവും കയ്യും കാലും ഇളക്കാതെയായി, വലയിൽ കുടുങ്ങിപ്പോയി അല്ലേ. എപ്പോഴ് ഒരു പൂച്ച വനഭൂവിൽ, വനപ്രദേശത്ത് രാത്രിയില് ഇരയും തേടി നടക്കുന്നേരം ഭക്ഷണം തേടി നടക്കുന്ന സമയത്ത് എന്തായി? പെട്ടെന്ന് ചെന്നൊരു വലയിൽ ചാടി അല്ലെ. കരവും കാലും ഇളക്കാൻ മേല. കരം കൈ, കാൽ കാൽ അല്ലെ, ഇളക്കാൻ മേല. അപ്പൊ എന്തായി? പൂച്ച വലയിൽ പെട്ടു അല്ലെ. ഓക്കെ, ഇനി എന്താ നോക്കിയ അടുത്ത? അപ്പൊ 4 ലൈൻസ് മിസ് ഒന്നുകൂടി വായിക്കാം. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. അല്ലേ, എന്ത് പറ്റി? കരവും കാലും ഇളക്കാൻ പറ്റാതെ ഒരു വലയിൽ പെട്ടുപോയി. ആര്? ഒരു മാർജാരൻ, ഒരു പൂച്ച. എപ്പോഴ്? വനഭൂവില്. എവിടെ? വനഭൂവില്, വനപ്രദേശത്ത്. എപ്പോഴ്? രാത്രി അല്ലെ. ഇത്രയാണ് ആ 4 ലൈൻസിൽ പറഞ്ഞത്. അപ്പോ ഒന്നുകൂടി നമുക്ക് പാടി നോക്കാം. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിലിരയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. നെക്സ്റ്റ് ലൈൻസ് നോക്കാം. പരവശനപ്പോൾ ഞാവൂ ഗ്യാവൂ. ഞാവൂ ഞാവൂ എന്ന് അറിയാ? പൂച്ച അല്ലേ. പരവശനായിട്ടാണുള്ളത് ഇപ്പൊ. എന്തുകൊണ്ടാ അവര് പരവശനായത്? പൂച്ച വലയിൽ കുടുങ്ങി കിടക്കുകയാണ് അല്ലേ. അപ്പൊ പരവശനപ്പോൾ ഞാവൂ ഞാവൂ
കരവൂതും ചെയ്തവിടെ വലഞ്ഞു വലഞ്ഞു വലയുക ക്ഷീണിക്കുക അല്ലെ വലഞ്ഞു ക്ഷീണിച്ചു അല്ലെ പരവശൻ എന്ന് പറഞ്ഞാ ക്ഷീണിതൻ അല്ലെ അപ്പോ അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അപ്പൊ അരികെയുള്ള ഒരു പൊത്തില് ഇരിക്കുന്ന ആര് മൂഷികൻ ആരാ മൂഷികൻ എലി എലി അല്ലേ എലി അരികെയുള്ളൊരു പോട്ടിലിരിക്കും പിന്നെന്താ പെരുതായുള്ളൊരു മൂഷികനപ്പോൾ പെരുത് എന്ന് പറഞ്ഞ അർത്ഥം വലുത് അല്ലേ വലിയ മൂഷികൻ എലി അപ്പോഴ് എന്ത് ചെയ്തു അപ്പൊ ആ 4 ലൈൻസ് കൂടി വായിക്കാം അപ്പൊ പരവശനായ ഞാവും ഞാവും കരയുന്ന ആര് പൂച്ച എന്ത് ചെയ്തു ക്ഷീണിതനായിട്ടുള്ളതല്ലേ വലയിൽ കുടുങ്ങിയിട്ട് അപ്പോ ചെയ്ത് അവിടെ വലഞ്ഞ് ക്ഷീണിച്ച് പരവശനായിട്ടുണ്ട് അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ വലിയ മൂഷികനെലി എന്ത് ചെയ്തു അരിയായുള്ളൊരു പൂച്ചത്തടിയൻ അരി അരി ഇവിടെ അരി ഭക്ഷണം വെക്കുന്ന അരിയാണോ അല്ല ശത്രു അരി വൈരി എന്നൊക്കെ പറഞ്ഞ ശത്രുവിന്റെ പര്യായപദങ്ങളാണ് ശത്രു വൈരി അരി എന്നൊക്കെ അല്ലെ അപ്പൊ അരിയായുള്ളൊരു മൂഷികന അല്ല അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു വിരളുക എന്താ പരിഭ്രമിക്കുക അല്ലെ പരിഭ്രമിച്ചു അല്ലെ അപ്പോ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു അല്ലെ കേട്ട് എന്ത് ചെയ്തു പരിഭ്രമിച്ചു ഉരിയാടാതെ മുഖം കാട്ടുന്നത് ഒരു മുറി കണ്ട പൂച്ചയുമപ്പോൾ ഉരിയാടാതെ മുഖം കാട്ടുന്ന ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ ഒരു തവണ എന്ത് കണ്ടു അല്ലേ അരിയായുടെ ഒരു പൂച്ചത്തടിയൻ കരയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ പോട്ട് ഉരിയാടുക മിണ്ടുക ഓക്കെ അപ്പോ ആ 4 ലൈൻസ് ഒന്നുകൂടി വായിക്കാം അതുവരെയുള്ള ഭാഗം ഒന്നുകൂടി വായിക്കാം ഫസ്റ്റ് മുതല് ഒരു മാചാരൻ വനഭൂവിരാത്രിയിലിരയും തെണ്ടി നടക്കും നേരം തരസാജെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ ഞാവും ഞാവും കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നത് ഒരു കുറി കണ്ട പൂച്ചയുമപ്പോൾ അല്ലേ ഒരു കുറി കണ്ട പൂച്ചയും അല്ലേ ഓക്കെ അപ്പോ ആ ഒരു എത്ര ലൈൻസ് നമ്മൾ 4, 8, 12 ലൈൻസ് പഠിച്ചിട്ടുണ്ട് ഇപ്പോ അല്ലെ ഓക്കെ ഒന്നത് വായിക്കുന്നാരാ ഓക്കെ അനീറ്റ ഓക്കെ അപ്പൊ ഇത് കുഞ്ചൻ നമ്പ്യാരുടേതാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം എന്താ പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ചെറുശ്ശേരി ഒരു മിനിറ്റ് അതുകൂടി ഞാൻ ഒന്ന് പറയാം ഓ എന്താ മക്കളെ ഞാൻ കളവ് പറഞ്ഞതാ കളവ് പറഞ്ഞാന്ന് തോന്നി പിന്നെ ഫ്രണ്ട് ഇവിടെ ഇല്ല ഞാൻ കളവ് പറഞ്ഞതാ കളവ് പറയാൻ പാടുണ്ടോ റാസി ഓക്കെ അപ്പൊ കുഞ്ചൻ നമ്പ്യാറ് പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഈ 3 പേരാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറഞ്ഞ 3 പേരാണ് അല്ലെ കവിത്രയം എന്ന് പറഞ്ഞാൽ 3 അല്ലെ
ഓക്കെ. അപ്പൊ അതില് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ. ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്ന ഒരൊറ്റ കാവ്യം കൊണ്ട് പ്രശസ്തനായ ആളാണ് അല്ലെ ചെറുശ്ശേരി. കൃഷ്ണഗാഥ എന്ന ഒരൊറ്റ ഈ കൃഷ്ണഗാഥയിൽ എന്താ വിവരിക്കുന്നത് അറിയോ? ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ ശ്രീകൃഷ്ണനെ അറിയോ? കേട്ടിട്ടുണ്ടോ ശ്രീകൃഷ്ണൻ? ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് അവിടെ വിവരിക്കുന്നത് അല്ലെ. കൃഷ്ണഗാഥ എന്ന ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ ആര് ചെറുശ്ശേരി പ്രാചീന കവിത്രങ്ങളിൽ പെട്ട ഒരാളായി അല്ലെ. അതുപോലെ നെക്സ്റ്റ് എഴുത്തച്ഛനെ അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ മക്കളെ എവിടെയെങ്കിലും? ഓക്കെ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അല്ലെ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പോ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, കിളിയെ കൊണ്ട് കഥ എഴുതുന്ന രീതിയിൽ എഴുതുന്നത്. ഓക്കെ. അപ്പോ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അദ്ദേഹത്തിന്റെയാണ് നമ്മൾ ഇന്ന് പഠിച്ച വരികൾ കുഞ്ചൻ നമ്പ്യാരുടേത്. അപ്പൊ പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരാണ്: ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാര്. നെക്സ്റ്റ് ആധുനിക കവിത്രയങ്ങളും ഉണ്ട് കേട്ടോ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അതാണ് ആധുനിക കവിത്രയങ്ങൾ. ആശാൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ആശാൻ ഉള്ളൂർ വള്ളത്തോളാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. അതാണ് അവര് 3 പേരുടെ ഫുൾ നെയിം കേട്ടോ. ആശാൻ ആശയഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദശുദ്ധൻ എന്നിങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോ പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളായ കുഞ്ചൻ നമ്പ്യാരുടേതാണ് നമ്മൾ ഇന്ന് പഠിച്ച വരികൾ. ഓക്കെ. പഠിച്ചതിൽ 4 ലൈൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അനീറ്റ വായിച്ചു. എലിയും പൂച്ചയും. പാഠം 15 എലിയും പൂച്ചയും. ഒരു മാർജാരൻ വനഭൂമി രാത്രിയിലിരയും തെണ്ടി നടക്കും നേരം തരസ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ മ്യാവ് മ്യാവ് കരവതും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുത്തായുള്ളൊരു മുഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാതെ മുഖം കാട്ടുന്നതു മുരുകുറി കണ്ടൻ പൂച്ചയുമപ്പോൾ സരസതയോടെ വിളിച്ചവനെ പരവേശനായി ഞാൻ മുഷികവീര വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. പാഠം 15 എലിയും പൂച്ചയും. ഒരു മാർജാരൻ വനഭൂമി ഇരയും തെണ്ടി നടക്കുന്നേരം കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ ഞാവും ഞാവും കരവും ചെയ്തവിടെ വലഞ്ഞു. അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുത്തായുള്ളൊരു മുഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു. ഉരിയാടാതെ മുഖം കാട്ടുന്നതു
മുരുകുറി കണ്ട പൂച്ചയുമപ്പോൾ സരസതയോടെ വിളിച്ചവനെ പരവശനായി ഞാൻ മുഷികവിര വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാം. Okay, next Ifra is അടുത്തത് smiling. അമ്മന്റെ പാടാം മിസ്സേ. മിസ് അമ്മന്റെ കഴിഞ്ഞിട്ട് ജോലി പാടാം. Ifra ഇവിടെ കൈ. എലിയും പൂച്ചയും Okay. ഒരു മാർജാരൻ രാത്രിയിലെയും തെണ്ടി നടക്കുന്നേരം തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല പരവശനപ്പോൾ ഞാവൂ ഞാവോ കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ചത്തടിയെ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു ഉരിയാടാതെ മുഖം കാട്ടുന്നത് ഒരു കുറി കണ്ട പൂച്ചയും അപ്പോൾ സരസതയോടെ വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിക്കാറായി. Okay. അമ്മന്റെ പാടാം മിസ്സേ. Okay മോളെ 1 minute ഇനിയുള്ളൂ ക്ലാസ് കട്ടാവാറായി. ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ബൈ ബൈ സി യു Thank you, Miss. Have a nice day. ബൈ. Bye-bye. ഓക്കെ ബൈ. Thank you, miss. Bye. ഓക്കെ ബൈ.